ഇവിടെ ഇപ്പം നമുക്കൊരു 3 സ്ഥാപനങ്ങളുണ്ട്. ഒരു അൺവെഡ് മദേഴ്സിന്റെ ഒരു സ്ഥാപനമാണ് ഏറ്റവും ആദ്യം 67 സ്റ്റാർട്ട് ചെയ്തത്. അതും അച്ഛനായിട്ട് തന്നെയാണ്. അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ പൊതുവായിട്ട് എന്തായാലും ആളുകളുടെ സമാധാനത്തിനും സന്തോഷത്തിനുള്ളതാണെങ്കിലും ഇങ്ങനെ അനാഥരാകുന്നവരെയും അല്ലെങ്കിൽ പ്രായമായവരും നോക്കാനാളില്ലാന്ന് തോന്നുന്നവരെ ഒരു സങ്കേതത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള തോന്നാൻ പ്രധാനമായിട്ടുള്ള കാരണം എന്തായിരുന്നു? അനുഭവങ്ങൾ അല്ലേ? നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും ഇതിനെപ്പറ്റി പറയാൻ ആളുകൾക്ക് താല്പര്യമാണ്, പക്ഷെ പ്രവർത്തിക്കാൻ മുന്നോട്ട് വരാറില്ല. എന്താ പേര്? കത്രീന. എന്താ പേര്? എവിടെയാണ് സ്വന്തം സ്ഥലം? സ്വന്തം സ്ഥലം ആലപ്പാട് എന്ന് പറയും, തൃശ്ശൂർ. ആലപ്പാട് കുണ്ടോളിക്കടവിനടുത്ത്. അപ്പം അവിടെ ആരെങ്കിലും ഇപ്പൊ ആരെങ്കിലും ഉണ്ടോ വീട്ടില്? ഇപ്പൊ അവിടെ എല്ലാവരും പോയി. പിന്നെ ചേട്ടന്റെ ഭാര്യയും പിള്ളേരും ഉള്ളപ്പോഴാണ്. ചേട്ടന്റെ ഭാര്യയും പിള്ളേരും? ചേട്ടനൊന്നുമില്ല, ചേട്ടൻ മരിച്ചു. അച്ഛൻ അപ്പനമ്മയൊക്കെ അപ്പനമ്മയും പോയി. അതല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല, അപ്പൊ ഇങ്ങോട്ട് പോരാന്ന് പറഞ്ഞു. ഞാൻ എന്റെ ഇഷ്ടത്തിന് പറഞ്ഞത്. അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ട, അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടാണ് തീരുമാനിച്ചു. എന്റെ പേര് വാറൂര. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. ഞാൻ മാത്രമല്ല പ്രാർത്ഥിക്കുക. എനിക്ക് ഉറക്കം തരാൻ വാറൂര അമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടാ. പ്രാർത്ഥിക്കും. അമ്മക്ക് ഉറക്കം ഉണ്ടാവും, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടാ. ഭക്ഷണമൊക്കെ കഴിക്കണ്ടോ അമ്മ? ഭക്ഷണമൊക്കെ പൂത്തതിന് മതി. ഒന്നും വിഷമിക്കണ്ട അമ്മേ. ആളുകൾക്ക് എല്ലാ മനുഷ്യന്മാർക്കും വയസ്സാവില്ലേ? എല്ലാവരും ഇപ്പൊ ഓടി നടന്നിക്കുന്ന സ്മാർട്ടായിട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ വയസ്സാവും കുറച്ച് കഴിയുമ്പോ. നടക്കാൻ പാടില്ല മോനെ, നടക്കാൻ പാടില്ല. ഒരു വടിയുണ്ട്, വടിയുമായിട്ടാണ് കക്കൂസിലൊക്കെ പോണത്. വടിയായിട്ട്. അതെ, അതൊക്കെ നമ്മളൊക്കെ ഓരോ സമയത്തും ഓരോരുത്തരും അനുഭവിക്കാനുള്ള സംഗതികളല്ലേ? അതെ, അതൊക്കെ ശരിയാവും. ഇപ്പൊ ഒന്നുമില്ലെങ്കിൽ അമ്മയ്ക്ക് വടിയായിട്ട് കക്കൂസിൽ പോകാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ അതുപോലെ ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ലേ? അതെ, എന്റെ മകൻ വരാനും ബാധിച്ചോളണേ. മകൻ വരാൻ എന്താ പേരാവണ്ടേ? ആന്റണി. വരാറില്ല അല്ലേ? വരാറില്ല. എന്റെ കുടുംബം ഇതാണ് കുടുംബം. അതെ, ഇതാണ് കുടുംബം. ഇത് ദൈവത്തിന്റെ കുടുംബമാണ്. അതെ, ദൈവം തന്നേക്കുന്നതാണ്. ദൈവം തന്നേക്കുന്ന. മക്കൾ അനുഗ്രഹിക്കട്ടെ, തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ കാണാൻ വന്നതുകൊണ്ട് നിങ്ങൾ ദൈവം അനുഗ്രഹിക്കും. സന്തോഷം. ഇപ്പൊ നിങ്ങൾ വന്നപ്പോ നിങ്ങളെ എന്റെ മക്കളാണ്. നിങ്ങൾ എന്റെ മക്കള് വന്ന് കണ്ടല്ലേ എന്നെ. നമ്മളെപ്പോഴും അങ്ങനെ ആലോചിക്കും, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഉറക്കം തരാൻ പ്രാർത്ഥിച്ചേക്കണം. ശരി, ഉറക്കം തരാൻ പ്രാർത്ഥിക്കാം. തരാനും തീർച്ചയായിട്ടും. അതെ, ദൈവം ഉണ്ടല്ലോ, എല്ലാത്തിനും ദൈവമുണ്ട്. ദൈവം എല്ലാം കാണുന്നുണ്ട് കേട്ടാ. പേരെന്താണ്? എന്റെ പേര് കുഞ്ഞായി. അച്ഛനിക്ക് കല്യാണം കഴിക്കണം പറയണേ. അമ്മാവയ്ക്ക് കല്യാണം കഴിക്കണം പറയുന്നപ്പോ കല്യാണം കഴിക്കണം. കല്യാണം ഇപ്പൊ പെണ്ണ് എന്ത് സ്ത്രീധനം കൊടുക്കും? സ്ത്രീധനൊന്നും കൊടുക്കാതെ എന്നാലും ഒരു പാവം കൊടുത്തൂടെ? പാവന്റെ കാശില്ല. സ്ത്രീധനം ഇല്ലാതെ ആരെങ്കിലും കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് സമ്മതം? അത് മതി അല്ലേ? ഞാൻ മതിയാ? കഞ്ഞിയൊക്കെ വെച്ചേരുണ്ട്. കഞ്ഞി വെച്ചേരും. എനിക്ക് എന്റെ എനിക്ക് ഷർട്ട് മുണ്ടൊക്കെ അലക്കി തരുമോ? അതൊക്കെ അലക്കി തരാം. ഷർട്ട് മുണ്ട് അലക്കി തരും. അത് മതി. സ്വപ്നം കാണാറുണ്ടോ? സ്വപ്നം കാണാറുണ്ടോ? സ്വപ്നം കാണാറില്ല. പണ്ട് സ്വപ്നം കണ്ടിട്ടുണ്ടോ? അച്ഛന്മാരെ കണ്ണട വെക്കാറില്ല, അതുകൊണ്ട് കാണാത്തെ.
കണ്ണട വെക്കാത്തോണ്ടാ സ്വപ്നം കാണാത്തോന്ന് അച്ഛൻ പറഞ്ഞു. അണ്ണ അങ്ങനെയാവും. അങ്ങനെയാവും അച്ഛനല്ലേ പറയുന്നില്ല. തമിഴ്നാട്ടുകാരി എനിക്ക് കൊഞ്ചം തമിഴ് തരും. தெரியுங்களா? കൊഞ്ചം തരും. എന്നെ കൊഞ്ച നാൾ മുന്നാടി തമിഴ്നാട്ടില് കൊഞ്ചം നാൾ തങ്ങിയിരുന്നത്. അതിനാല് ചെന്നൈയില് ടി നഗറിലെല്ലാം തങ്ങിയിരുന്നത്. ഇവിടെ വന്നിട്ട് മലയാളം കുറച്ച് പഠിച്ചു അല്ലേ? മലയാളം എന്ത് മലയാളം? ഞങ്ങളുടെ നാട്ടിൽ മലയാളമുണ്ട്. മലയാളമും തമിഴ് രണ്ടുമുണ്ട്. നീങ്ക പേசுற മലയാളം എനിക്ക് തൊട്ട് അറിയില്ല. നീങ്ക പേசுற മലയാളം എനിക്ക് തൊട്ട് അറിയില്ല. പാട്ട് തരുമോ? പാട്ടാ? തമിഴ് പാട്ട്. മണപ്പാല മാട് കട്ടി മായപുറം ഏറ് പൂട്ടി വയക്കാട്ടെ ഉഴുതു ഓടി சின்ன கண்ணு பசுந்தாளைய போட்டு பாடுவடு செல்ல கண்ணு பொதிய ஏத்தி சந்தையிலே புள்ளாச்சி வண்டியிலே விருதுன்னா வார வாரிக்கு செல்ல கண்ணு நீயும் வித்து போட்டு பணத்தை வாங்கு சின்ன கண்ணு. കറുത്തകിളി കട്ടളകൻ തൊട്ടകിളി മത്തൊരുവൻ തൊട്ടതാനാ തങ്കോരത്തിനമ്മേ മാച്ചിരുമോ പൊന്നിരത്തിനമ്മേ നിത്തനെല്ലാം ചോറ് നെയ്മണക്കും കത്തിരിക്ക നേത്ത് വെച്ചോ മീൻ കുളമ്പ് ലാലല്ല അടി ഒത്തയടി പാതയിലെ തങ്കോരത്തിനമ്മേ ഒരുത്തിനം പോകയിലെ പൊന്നിരത്തിനമ്മേ. இந்த மாதிரி பாட்டெல்லாம் நல்ல வில்லேஜ் ஃபோக்கு பாட்டெல்லாம் பாடுறது ഒരാൾ தெரியுமா? മ്യൂസിക് ഡയറക്ടർ ഇളയരാജ. അവര് ഉങ്ങളെ പാത്താ സിനിമയിൽ കൂട്ടിക്കൊണ്ടു വിടും. ഞാൻ சொல்லட்டுமா இளையராஜா கிட்ட? நான் சொல்றேன், எனக்கு தெரியும் அந்த ஆளை. நான் சொல்றேன், நல்ல பாட்டு நாടൻ பாட்டெல்லாம் தெரியும்னு நான் சொல்றேன் அவருக்கு.